അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാഹ്, സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നാടെങ്ങും വിപുലമായ രീതിയിൽ നടക്കുകയാണ്. എല്ലായിടത്തും അത് വൻ വിജയമാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടന്ന സമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടു. വൻ വിജയമാണ്. ഈ വിജയത്തിൽ സ്വാഭാവികമായിട്ടും ശത്രുക്കൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ സമസ്ത വിരോധികൾക്കുണ്ടാകുന്ന ചില വെപ്രാളങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് സമസ്ത ബഹ്റൈൻ സമ്മേളനം അതിവിപുലമായ ഒരുക്കങ്ങളോടുകൂടെ വളരെ പ്രൗഢമായി നടന്നൊരു സമ്മേളനത്തെ വളരെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ചില തൽപരകക്ഷികളുടെ ശ്രമങ്ങൾ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ്. അതിൻ്റെ ബഹ്റൈൻ സമ്മേളനത്തിൻ്റെ വർക്കിംഗ് കൺവീനർ കൂടിയായ KMS മൗലവി പറവണ്ണ അത് വിശദീകരിക്കും. അപ്പോൾ ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകൾ ഏതാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് മുജാഹിദ് ജമാഅത്ത് സ്പോൺസേഡ് ഗ്രൂപ്പുകളാണ് ഇത്തരം പ്രചരണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം രാമന്തളി അവരുടെ കൂട്ടത്തിൽ തന്നെ രാമന്തളി വ്യക്തമാക്കിയതുപോലെ പ്രത്യേകം മുജാഹിദ് ജമാഅത്തിൽ നിന്ന് പരിശീലനം കിട്ടിയ പ്രത്യേകം ചില ബിരുദധാരികൾ ലിബറൽ ചിന്താഗതിക്കാരെ വെച്ചുകൊണ്ടാണ് ഇത്തരം തൽപര കക്ഷികൾ കളിക്കുന്നത്. അതേ ഗ്രൂപ്പിലൂടെ തന്നെയാണ് സമസ്തയെ അവഹേളിക്കുന്ന വളരെ മോശപ്പെട്ട മെസ്സേജുകൾ വരുന്നത്. അത്തരം ആളുകൾ തന്നെയാണ് ഈ കുപ്രചരണത്തിന് പിന്നിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മുജാഹിദ് ജമാഅത്തുകളുടെ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുകയും വളരെ പതുക്കെ സുന്നികളെ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പണം വാങ്ങിയിട്ടോ മറ്റോ പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും KMS മൗലവി അതൊന്ന് വ്യക്തമാക്കട്ടെ. ഫിത്തിനയുടെ ആശാന്മാരായ സുഹാബികൾ പ്രചരിപ്പിക്കുന്ന ഒരു 5 സെക്കൻഡ് വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പലരും എനിക്കത് അയച്ചു തരികയും ചെയ്തിരുന്നു. ഞാൻ ആദ്യം അതൊന്ന് കണ്ട് പിന്നീട് പുച്ഛിച്ച് തള്ളിയതായിരുന്നു. പലരും സത്യാവസ്ഥ അറിയാൻ വേണ്ടി വോയിസുകളും മറ്റൊക്കെ അയച്ച് ചോദിക്കുന്നതുകൊണ്ട് എന്താണ് സംഭവമെന്ന് പറയണമെന്ന് തോന്നി. സംഭവം ഇതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 5/12/2025 ബഹ്റൈൻ സമസ്തയുടെ കീഴിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണ സമ്മേളനം നടന്നു. പ്രൗഢഗംഭീരമായ സദസ്സും വേദിയും. ഇതൊക്കെ കണ്ട് സുഹാബികൾക്ക് എങ്ങനെയാണ് സഹി വരിക? അങ്ങനെ സുഹാബികൾ അവരുടെ സ്ഥിരം പരിപാടിയായ കുത്തിത്തിരിപ്പിന് വേണ്ടി പടച്ചുവിട്ട ആ 5 സെക്കൻഡ് വീഡിയോ ആദ്യമൊന്ന് കാണിക്കാം. ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ട ഗ്രൂപ്പുകളിൽ ഒന്നിന്റെ പേര് ഉമ്മത്ത് മുന്നോട്ട് എന്ന പേരിൽ ഉമ്മത്തിനെ പിന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പിലാണ്. അതിലയച്ച ആളിന്റെ നമ്പർ ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ എനിക്ക് കിട്ടിയ മറ്റൊരു ഗ്രൂപ്പിന്റെ പേര് 29 സുന്നി ആദർശവേദി കേരള പബ്ലിക് എന്നാണ്. എന്താവട്ടെ, ഇനി സുഹാബികളുടെ കരച്ചിലിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. 4 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ച് മഗ്‌രിബിന് ശേഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട 500ഓളം ക്യാമ്പ് പ്രതിനിധികളുടെയും പ്രത്യേകം യൂണിഫോം ധരിച്ച SKSSF വിഖായ വളണ്ടിയർമാരുടെയും സാന്നിധ്യത്തിൽ പണ്ഡിത ശ്രേഷ്ഠരുടെയും സാദാത്യങ്ങളുടെയും നേതൃത്വത്തിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫഖ്റുദ്ദീൻ സയ്യിദ് പൂക്കോയ തങ്ങളുടെ മഹനീയ കരങ്ങളാൽ സമസ്തയുടെ ത്രിവർണ്ണ പതാക ഉയർത്തി. ശേഷം മജ്‌ലിസുന്നൂർ ചൊല്ലി ആത്മീയതയിൽ മനം നിറഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ട 500ഓളം പ്രതിനിധികൾക്ക് മുന്നിൽ 5:45 മുതൽ 7:15 വരെ നീണ്ട വിഷയാവതരണം നടത്തി ഉസ്താദ് സ്വലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ. അതിനുശേഷം വീണ്ടും 7:30 മുതൽ 8:45 വരെ അറബി പ്രമുഖരെയും മത, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് പ്രഗത്ഭരടക്കം ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ പ്രഭാഷണം നടത്തി ഉസ്താദ് സ്വലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ. പിന്നീട് ഉമ്മത്തിന്റെ നായകൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിത സുന്ദരമായ ആദർശ പ്രസ്ഥാനത്തിന്റെ അജയ്യനായ അമരക്കാരൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും അറബി പ്രമുഖരുടെയും മറ്റും പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട്
11 മണിക്ക് ശേഷം ഇനി മുഖ്യപ്രഭാഷണം വേണ്ട എന്ന് ആലോചിച്ച പ്രവർത്തകർ അവസാന ഘട്ടം മനാമ സൂക്കിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ സൂക്ക് അടച്ച് പരിപാടിക്ക് വന്നപ്പോ അവർക്ക് ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോ നിറഞ്ഞ പുഞ്ചിരിയോടെ ആ പ്രവർത്തകർക്ക് വേണ്ടി വീണ്ടും ഉസ്താദ് 1 മണിക്കൂർ ആവേശോജ്ജലമായ പ്രസംഗം നടത്തി. ആ പ്രസംഗം നിർത്തുന്നതിന്റെ അവസാന ഘട്ടത്തിൽ വിശാലമായ നീണ്ടു പരന്നു കിടക്കുന്ന സദസ്സിന്റെ പുറകിലെ ഏതോ ഒരു ഭാഗത്തു നിന്ന് ഏതോ ഒരു സുഹാബി പകർത്തിയ 11:30 ശേഷമുള്ള സമയം 5 സെക്കൻഡ് വീഡിയോ എടുത്ത് പച്ച നുണ പ്രചരിപ്പിക്കുകയാണ് സുഹാബികളായിട്ടുള്ള നളന്തകൾ. സലാഹുദ്ദീൻ ഫൈസി എന്ന സുന്നി യുവചേതനയുടെ ആവേശത്തെ ചെറുതാക്കി കാണിക്കാനാണ് ഈ 5 സെക്കൻഡ് വീഡിയോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. സലാഹുദ്ദീൻ ഫൈസി എന്ന സുന്നത്ത് ജമാഅത്തിന്റെ ധീര ശബ്ദം ഇനിയും ഗർജിച്ചുകൊണ്ടേയിരിക്കും. സമസ്തയുടെ കൂടെ നിന്നവർ ആരും ഇതുവരെ ചെറുതായിട്ടില്ല, പരാജയപ്പെട്ടിട്ടില്ല. ഇത് സമസ്തയാണ്. അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യും, തീർച്ച.